ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൻ്റെ എത്നിക് ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമുക്കിത് ആ റാം വാക്ക് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടികൾക്കുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഒരവസരം കിട്ടിയാൽ വെറുതെ നിൽക്കില്ലല്ലോ. എല്ലാവരും ഇതുപോലെ റാമ്പിലൊക്കെ കയറി ഒരു റാം വാക്കൊക്കെ ചെയ്തു. എല്ലാവരുടെയും ആഗ്രഹമല്ലേ. ആരും അങ്ങനെ കോളേജ് ഡേയ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ചു, ശരി, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സൗകര്യമുള്ളപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചു നമ്മളും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രസം ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കാൻ. നമ്മൾ മാത്രമായിരുന്നില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും ഈ റാം വാക്കിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റർ NTTF ആൻഡ് മിസ് NTTF എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് വീഡിയോയുടെ മൊത്തം ലെങ്ത് അങ്ങ് കൂടുതൽ, അതുകൊണ്ടിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രംഗോലി കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം വാക്ക്, സെക്കൻഡ് വന്നിട്ട് നമ്മൾ രംഗോലി കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം പിള്ളേർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു, നമ്മൾ അവർക്കുള്ള സ്ഥലങ്ങളൊക്കെ അലോട്ട് ചെയ്തു. അപ്പോൾ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ രംഗോലി കോമ്പറ്റീഷൻ വന്നിട്ട് ഭയങ്കര ടഫായിരുന്നു കേട്ടോ. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവരും നമ്മൾ വിചാരിച്ചു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന്, പക്ഷേ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരിതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ രംഗോലി ഇടാൻ 1 hour ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 hour നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് തോന്നിയത്, എന്തായാലും നമ്മൾ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയല്ലേ, 1-2 റീൽ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ കുറച്ച് സംസാരിക്കുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ നമുക്കിതുപോലൊരു വീഡിയോ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓരോ ഭാഗത്തായി പോകാറുണ്ട്. അപ്പം നമുക്കിതുപോലെ എന്തെങ്കിലും ചെയ്യാനൊന്നും ടൈം കിട്ടാറേ ഇല്ല. ഇന്ന് നേരെ മറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഷോപ്പ് ഫ്ലോറിൽ പോയിട്ട് നമ്മൾ 1-2 സ്റ്റാഫുകളെ കൂട്ടിയിട്ടൊരു റീലൊക്കെ എടുത്തു. ഒരു റീല് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒരെണ്ണം നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. യൂഷ്വലി ഇവരൊക്കെ നമ്മളെ കളിയാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെഹന്തി കോമ്പറ്റീഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരുന്നതായിരുന്നു മെഹന്തി ഇടണമെന്ന്. യൂഷ്വലി ഞാൻ ഇടാറില്ല, ഇത്തവണ എന്തോ ഭയങ്കരമായിട്ട് ഇടണമെന്ന് തോന്നി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൈക്ക് പണി കിട്ടിയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതങ്ങ് കണ്ട് ആഘോഷിച്ചു. ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബ്ലൈൻഡ് ഫോൾഡ് ഗെയിംസ് ഒക്കെ തുടങ്ങി. സംഭവം മറ്റേ നാട്ടിലെ ഉറിയടയ്ക്കുന്ന പരിപാടി. നമ്മൾ പ്രിൻസിപ്പളിനെ വെച്ചിട്ടാണ് ആദ്യത്തെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സാറിൻ്റെ കണ്ണൊക്കെ കെട്ടി കയ്യിൽ വടിയൊക്കെ കൊടുത്ത് കുറച്ച് മുന്നോട്ട് കൊണ്ട് അങ്ങ് ഉരുട്ടി വിട്ടപ്പോൾ എന്തോ ഒരു മനസ്സമാധാനം. എന്നും നമ്മുടെ വട്ടം കറക്കുന്ന ആളല്ലേ, ഇന്ന് പുള്ളിക്കാരനൊന്ന് കറക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാനും വിട്ടില്ല. നമുക്കുണ്ടായിരുന്ന ഗെയിംസിൽ ഏറ്റവും സൂപ്പർ ഗെയിം ഇത് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഗെയിം വന്നിട്ട് ടഗ് ഓഫ് വാർ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഗെയിമിനകത്ത് സ്റ്റാഫുകളിൽ ഒരു ടീമായിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സംഭവം ഭയങ്കര കിടുവാണ്. എല്ലാവരും ഭയങ്കര എനർജി ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് വേഴ്സസ് ട്രെയിനീസ് ആണ് ഇതുണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രെയിനീസിൻ്റെ ഒക്കെ മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ഫൈനൽ വിന്നർ വേഴ്സസ് സ്റ്റാഫിൻ്റെ ആണ് ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. സ്റ്റാഫുകളായാലും സ്റ്റുഡൻസുകളായാലും ഒക്കെ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വെളിച്ചപ്പാട് പോലെ തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സുപ്പു. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കള്ളത്തരം കാട്ടി കേട്ടോ. കുറച്ച് കുട്ടികൾ അവിടെ ബാക്കിൽ ഹെൽപ്പ് ചെയ്തു സ്റ്റാഫിനെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ടീമിനാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയായാലും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.